ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഒരു അടിപൊളി ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ആദ്യം നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അലോവേര ജെല്ലാണ്. ഈ ഒരു ക്രീമിൻ്റെ ഒരു ഉപകാരം എന്തെന്നാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മുഖം നല്ല നിറവും തിളക്കവും വരാൻ ഒരാഴ്ച കൊണ്ട് തന്നെ സഹായിക്കുന്ന നല്ലൊരു ക്രീമാണ്. ഒരു ടേബിൾ സ്പൂണ് അലോവേര ജെല്ലെടുക്കുക, അതിലേക്ക് ഒരു ടീസ്പൂണോളം റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഗ്ലിസറിനാണ്. പിന്നെ ഈ സാധനങ്ങളെല്ലാം ചെറിയ പൈസക്ക് കിട്ടുന്ന സാധനം കേട്ടോ. അപ്പോൾ വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വാങ്ങുക. അതിൻ്റെ പ്രോഡക്റ്റ് ഞാനിവിടെ ടാഗ് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം സ്കിൻ കെയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇതിൽ ഞാൻ അലോവേര ജെല്ലും റോസ് വാട്ടറും ഗ്ലിസറിനും ആണ് ആഡ് ചെയ്തത്. പിന്നെ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായി മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതൊരു വൈറ്റ് ക്രീമായിട്ട് മാറും കേട്ടോ. ഇത് നല്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചാൽ നിങ്ങൾക്കൊരു 5-6 ദിവസം ഇത് പിന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. 5-6 ദിവസം ഒരാഴ്ചത്തേക്കുള്ള ഉണ്ടാക്കി വെച്ചാൽ 7 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. റിസൾട്ട് കണ്ടതിൻ്റെ ശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് സ്ഥിരമായിട്ട് ഈ ഒരു ക്രീം നിങ്ങൾക്ക് മുഖത്ത് തേക്കാവുന്നതാണ്. മുഖം നല്ല നിറവും തിളക്കവും നല്ല ഒരു സോഫ്റ്റ് ആവാനും എല്ലാം സഹായിക്കുന്ന പരീക്ഷിച്ച് റിസൾട്ട് കിട്ടിയ ഒരു ക്രീമിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ നിങ്ങൾ ബ്രൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ദിവസവും രാത്രിയാണ് ഇത് തേക്കേണ്ടത് കേട്ടോ. ഇത് തേച്ചിട്ട് പുറത്ത് വെയിലത്തൊന്നും ഇറങ്ങി പോകാൻ പാടില്ല. രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ സാധാരണ നമ്മൾ ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്രീംസ് ഉണ്ടല്ലോ, ഈ നിവിയ, ഡോവ്, പിന്നെ ഈ ഫെയർ ലവ്ലി എല്ലാം പോലത്തെ ക്രീമുകൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഈ ഉണ്ടാക്കി വെച്ച ക്രീം മുഖത്തേക്ക് തേച്ച് കിടക്കുകയാണ് ചെയ്യേണ്ടത്. അത് കഴുകിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സ്കിൻ അതങ്ങ് അബ്സോർബ് ചെയ്ത് പോയിക്കോളും. സാധാരണ നമ്മൾ ഇടുന്നത് പോലെയാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് നമ്മൾ മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇത് നല്ല വൈറ്റ് കളറായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളിത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുപോലുള്ളൊരു കണ്ടെയ്നറിൽ ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഗ്ലാസ് കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇങ്ങനെയുള്ളൊരു കണ്ടെയ്നറിൽ നിറയെ ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചാലാണ് ഏറ്റവും നല്ലത്. പിന്നെ ഷെൽഫ് ലൈഫ് ഉണ്ടാവും. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ ഷെൽഫ് ലൈഫ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് തേക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ക്രീമാണ് കേട്ടോ. നിങ്ങളൊരു ബ്രൈഡൊക്കെ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യുക. പിന്നെ അലർജിയൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. പാച്ച് ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് മാത്രം മുഖത്ത് തേച്ചാൽ മതി. അപ്പോൾ ഞാനൊരു ക്രീം പറഞ്ഞു തന്നിട്ട് അതിനെക്കൊണ്ട് നിങ്ങൾക്കൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ഉണ്ടാവണം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നല്ലതിന് മാത്രം വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് എന്തെങ്കിലും അലവരിയോ എന്തെങ്കിലും അലർജിയോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായി ഇത് പരീക്ഷിക്കാണ്ട് നിൽക്കുക. അല്ലാത്തവർക്കെല്ലാം ഇത് നല്ല യൂസ്ഫുള്ളാണ്. ഞാൻ പരീക്ഷിച്ചതാണ്, എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് താല്പര്യമുള്ളവർ, നിർബന്ധിക്കുന്നൊന്നുമില്ല, താല്പര്യമുള്ളവർ ഉണ്ടാക്കിയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ഒരാഴ്ച കൊണ്ട് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ വന്നറിയിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.